നമസ്കാരം, ഞാൻ ഡോക്ടർ രമ്യ, ക്ലിനിക്കൽ മൈക്രോബയോളജിസ്റ്റ് ഡെയിൻ ഡയഗ്നോസ്റ്റിക്സ്. സമ്മറിൽ ഏറ്റവും സാധാരണമായി കാണുന്ന അസുഖമാണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, അതായത് മൂത്രത്തിൽ പഴുപ്പാണ്. സമൂഹത്തിൽ റെസ്പിറേറ്ററി ഇൽനെസ് ശേഷം സാധാരണമായ രണ്ടാമത്തെ ഇൻഫെക്ഷനാണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനെ കുറിച്ച് ഞാൻ പറയുന്നതിന് മുന്നേ യൂറിനറി ട്രാക്ട് എന്താണെന്ന് ഞാനൊന്ന് പറയാം. നമുക്ക് 2 കിഡ്നീസാണ് ഉള്ളത്, ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. അത് വഴി യൂറിൻ വന്ന് ബ്ലാഡറിനെത്തും, മൂത്രസഞ്ചിയിലെത്തും. മൂത്രസഞ്ചിയിൽ പുറത്ത് വരുന്നത് ഒരു ചെറിയ കുഴൽ വഴിയാണ് മൂത്രനാഴി, അതായത് യുറേത്ര. ഈ വഴി യൂറിനറി ട്രാക്ട് കിഡ്നി ടു യുറേത്ര വരെ ഏതെങ്കിലും ഒരു സ്ഥലത്തിൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ യൂറിൻ അവിടെ തന്നെ നിൽക്കും, പുറത്ത് വരാൻ പാടില്ല. ഈ സിറ്റുവേഷനിൽ ബാക്ടീരിയ അവിടെ വളർന്നിട്ട് ഒരു ഇൻഫെക്ഷൻ കോസ് ചെയ്യും. അതാണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ സ്ത്രീകളിലാണ്. ഇതെന്തുകൊണ്ട്? അനാറ്റമിക്കൽ സ്ട്രക്ചർ നോക്കുമ്പോൾ യുറേത്ര, അതായത് മൂത്രനാളിയുടെ നീളം സ്ത്രീകളിൽ കുറവാണ്. പുരുഷന്മാരിൽ UTI റെയറാണ്, പക്ഷേ പ്രോസ്റ്റേറ്റിൻ്റെ വീക്കം, റീനൽ ട്യൂമേഴ്സ്, കിഡ്നി സ്റ്റോൺസ്, കീമോതെറപ്പി ഉള്ള ആൾക്കാർ, പ്രതിരോധശേഷി കുറവുള്ള ആൾക്കാർ, റീനൽ ട്രാൻസ്പ്ലാന്റ് ഉള്ള ആൾക്കാരിൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരുന്ന സാധ്യത കൂടുതലാണ്. UTIയുടെ ലക്ഷണങ്ങൾ എന്താ? കോമണായി നമ്മൾ ട്രാക്ട് നോക്കുമ്പോൾ കിഡ്നി ടു ബ്ലാഡർ, ബ്ലാഡർ ടു യുറേത്ര ആണ് ഞാൻ പറഞ്ഞത്. കിഡ്നിയെ ബാധിക്കുമ്പോൾ നമ്മളത് പൈലോനെഫ്രൈറ്റിസ് എന്ന് പറയും. അതിൻ്റെ ലക്ഷണങ്ങൾ പനി ഇല്ലെങ്കിൽ ഛർദിയായിരിക്കും. താഴെ വരുമ്പോൾ ബ്ലാഡർ, അതായത് മൂത്രസഞ്ചിയിൽ ബാധിക്കുമ്പോൾ അത് സിസ്റ്റൈറ്റിസ്. യുറേത്ര മൂത്രനാളിയെ ബാധിക്കുമ്പോൾ യുറേത്രൈറ്റിസ് എന്ന് പറയും. ഇതിൻ്റെ ലക്ഷണങ്ങൾ ലോക്കൽ സിംറ്റംസ് ആയിരിക്കും. അടിവയർ വേദന, മൂത്രക്കടച്ചൽ, മൂത്രം ഇടയ്ക്കിടയ്ക്ക് പോകുന്ന ഒരു സെൻസേഷൻ, മൂത്രം ഒഴിച്ചിട്ടും കംപ്ലീറ്റ് ഇവാക്യുവേഷൻ ഇല്ലാത്ത ഒരു ഫീലിംഗ്. ഇതെല്ലാം കോമണായി കാണുന്ന ലക്ഷണങ്ങൾ. ഗർഭാവസ്ഥയിൽ, പ്രഗ്നൻസിയിൽ ഏസിംപ്റ്റമാറ്റിക് ബാക്ടീരിയൂറിയ, അതായത് ലക്ഷണമില്ലാതെ ഒരു അവസ്ഥയാണ് ഇത്. ഇത് നല്ല സിഗ്നിഫിക്കൻ്റ് ആണ്. റൊട്ടീൻ ചെക്കപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു രോഗാണു വളർന്നു കഴിഞ്ഞാൽ അത് ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ്. ഒരു ലക്ഷണം ഇല്ലെങ്കിലും മദർ ആൻഡ് ചൈൽഡ് രണ്ടേയും ബാധിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ഡോക്ടേഴ്സ് ആൻറ്റിബയോട്ടിക്സ് പ്രഗ്നൻസിയിൽ സേഫുള്ള ആൻറ്റിബയോട്ടിക്സ് ആണ് പ്രിസ്ക്രൈബ് ചെയ്യും. ഒരു 5 to 7 ദിവസം അത് കഴിച്ചാൽ അത് മാറുന്നതാണ്. ലക്ഷണങ്ങൾ ഇപ്പോൾ നമ്മൾ അറിഞ്ഞു. ഇത് നമ്മൾ എങ്ങനെ കൺഫേം ചെയ്യാം? എല്ലാം പനി, പല കാരണങ്ങളായിട്ട് പനി വരാം. അങ്ങനെ തന്നെ അടിവയറ് വേദന UTI ആണെന്ന് ആവശ്യമില്ല. ഇതിൻ്റെ കൺഫർമേഷൻ 2 ടെസ്റ്റാണ്: യൂറിൻ റൊട്ടീൻ, യൂറിൻ കൾച്ചർ. യൂറിൻ റൊട്ടീനിൽ യൂറിനിൻ്റെ കളർ ചേഞ്ച് ആവാം, അങ്ങനെ സ്മെല്ല് ഉണ്ടാവാം, അങ്ങനെ തന്നെ പസൽസ് ഇല്ലെങ്കിൽ ബാക്ടീരിയ യൂറിനിൽ കാണാം. നെക്സ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ യൂറിൻ കൾച്ചർ ചെയ്യേണ്ടത്. മാനുവൽ ആൻഡ് ഓട്ടോമാറ്റിക് 2 രീതിയിൽ ചെയ്യാം. മാനുവൽ കുറച്ച് ലിമിറ്റഡ് ആണ്. കോമൺ ആയുള്ള ഓർഗാനിസംസ് മാത്രം നമ്മൾ കണ്ടുപിടിക്കാം. റെയർ ഓർഗാനിസംസ്, രോഗാണുകൾ കണ്ടുപിടിക്കാൻ പറ്റില്ല. അഡ്വാൻസ്ഡ് ടെക്നിക്സ്, വൈടെക് സിസ്റ്റം, അതായത് ഓട്ടോമാറ്റിക് കൾച്ചർ സിസ്റ്റമിൽ ഒരു സ്റ്റെപ്പിൽ തന്നെ നമ്മൾ ഏതാ രോഗാണു കാരണമാണ്, അത് തന്നെ ഏതാ ആൻറ്റിബയോട്ടിക്സ് ആ രോഗാണുവെ കൊല്ലും, രണ്ടും ഒരു സ്റ്റെപ്പിൽ കണ്ടുപിടിക്കാൻ സാധ്യതയുണ്ട്. വൈടെക്കിൻ്റെ റിപ്പോർട്ട് നമ്മൾ എടുത്ത് ഡോക്ടറിൽ കാണിക്കുമ്പോൾ വളരെ എളുപ്പമായി ആൻറ്റിബയോട്ടിക്സ് പ്രിസ്ക്രൈബ് ചെയ്യും. നല്ല സിവിയർ സിംറ്റംസ് ഉണ്ടെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിഷൻ, അതേ ആൻറ്റിബയോട്ടിക്സ് ഇഞ്ചക്ഷൻ വഴിയാണ് നമ്മൾ കൊടുക്കുന്നത്. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ വീണ്ടും വരാൻ സാധ്യതയുണ്ട്. ആൻറ്റിബയോട്ടിക്സ് കോഴ്സ് ഇടയ്ക്ക് നിർത്താൻ പാടില്ല. അങ്ങനെ തന്നെ ലക്ഷണങ്ങൾ മാറിക്കഴിഞ്ഞാൽ ഒരു 2 to 3 days ആൻറ്റിബയോട്ടിക്സ് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു കൾച്ചർ റിപ്പീറ്റ് ചെയ്യുന്നതാണ് ഉത്തമം. ലക്ഷണങ്ങൾ അറിഞ്ഞു. ഇതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം? ധാരാളമായി വെള്ളം കുടിക്കുക. വെള്ളം കുടിച്ച് യൂറിൻ എപ്പോഴെങ്കിലും പിടിച്ച് നിർത്തുന്ന അവസ്ഥയുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക. ഹൈജീനിക് ഹാബിറ്റ്സ്, വിമൻ മെയിനായിട്ട് പീരിയഡ്സ് ടൈം ആവട്ടെ, ഇല്ലെങ്കിൽ നോർമലായി മൂത്രം ഒഴിക്കുന്ന സ്ഥലത്തിൽ മൈൽഡ് സോപ്പ് വഴി ക്ലീൻ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.